കാസർഗോഡിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മെഡിട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. TB അഥവാ ക്ഷയരോഗം, ഈ വിഷയമാണ് ഇന്ന് മെഡിട്രാക്ക് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ പൾമനോളജിസ്റ്റ് ഡോക്ടർ ശ്രാവൺ കുമാറാണ്. ഡോക്ടർ വെൽക്കം. താങ്ക് യു. ഡോക്ടർ, TB അഥവാ ക്ഷയരോഗം ഇത് കേരളത്തിൽ ഇപ്പോൾ എത്രത്തോളമാണ് കണ്ടെത്തുന്നത്? ക്ഷയരോഗം മുമ്പത്തെ കാലങ്ങളിൽ വളരെയേറെ പ്രിവലൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് പരിചയമുള്ള കുറേ ആളുകൾക്ക് പണ്ടൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരും അധികം കേൾക്കാറില്ല ക്ഷയരോഗത്തെ പറ്റി. നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നന്നായി കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അതിൻ്റെ ഒരു പരിധിവരെ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് കാരണം. നമ്മളെ കേരളത്തിലെ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം വളരെ ഡെവലപ്ഡ് ആണ് കമ്പയറിങ് അതർ സ്റ്റേറ്റ്സ് ഇൻ ആർ കൺട്രി. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ കേസസ് കുറവാണ്, പക്ഷെ ഇപ്പോഴും കേസസ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് വളരെ ഫലപ്രദമായതുകൊണ്ട് തന്നെ മിക്കവർക്കും നന്നായി ക്യൂർ കിട്ടുന്നുണ്ട് തന്നെ. ഇപ്പോൾ ഏത് രോഗത്തിനും നമ്മൾ ചില ലക്ഷണങ്ങൾ പറയാനുണ്ട്. TB ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം, ക്ഷയരോഗം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലൊരു ക്ഷയരോഗി ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, ചുമച്ച് ചോര തുപ്പുന്ന ആൾ, അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരിക. പക്ഷെ TB എന്ന് പറഞ്ഞാൽ ശ്വാസകോശനെ മാത്രം ബാധിക്കണമെന്നില്ല. ശരീരത്തിലെ ഏത് അവയവത്തിനെയും TB ബാധിക്കാം. എല്ലിൽ ബാധിക്കാം, തലച്ചോറിനെ ബാധിക്കാം, നട്ടലിനെ ബാധിക്കാം, സ്കിന്നിൽ ബാധിക്കാം, എവിടെ വേണമെങ്കിൽ ബാധിക്കാവുന്നൊരു രോഗമാണ് ക്ഷയരോഗം. ഒരു പരിധിവരെ ക്യാൻസർ ബാധിക്കുന്നത് പോലെ എവിടെ വേണമെങ്കിലും വരാം. അപ്പോൾ നമ്മൾ ഡോക്ടർമാരുടെ ഇടയിൽ പറയാറുണ്ട്, ഇപ്പോൾ ഒരു രോഗം എന്താണെന്ന് മനസ്സിലായാലും മിക്കവാറും അത് TB ആയിരിക്കും. അങ്ങനെ അവരെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഏത് അവയവത്തിനെ ബാധിക്കാവുന്ന ഒരു രോഗമാണ്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് ശ്വാസകോശനെയാണ്. കാരണം ഈ രോഗം ഈ രോഗം എങ്ങനെയാണ് പകരുന്നതെന്ന് വെച്ചാൽ ഒരു ക്ഷയരോഗിയിൽ നിന്നുമാണ് മറ്റൊരു ഹെൽത്തി ഒരാളിലേക്ക് പകരുന്നത്. അപ്പോൾ മിക്കവരിലും ഇത് പകരുന്നത് ശ്വാസത്തിൽ കൂടെയാണ്. അപ്പോൾ ഒരു ക്ഷയരോഗി ചുമക്കുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ വരുന്ന ഈ രോഗാണുക്കൾ മറ്റൊരാൾ ശ്വാസം എടുക്കുമ്പോഴാണ് ലങ്സിൽ വഴി പോകുന്നത്. അപ്പോൾ ലങ്സിൽ വഴിയാണ് ശരീരത്തിലെ ബാക്കി അവയവങ്ങളിലേക്കും മിക്ക സമയങ്ങളിൽ എത്താറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ശ്വാസകോശനെയാണ്. അതെ ഡോക്ടർ, അതിൻ്റെ ലക്ഷണങ്ങളൊന്നും എലാബറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. പൊതുവേ ഉണ്ടാകുന്ന സാധാരണ കൂടെയുള്ള ചുമയാണ്, അത് മാത്രമാണ് ലക്ഷണങ്ങൾ, അതിൽ കൂടുതൽ വേറെ ഏതും തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ? ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ വിട്ടുമാറാത്ത ചുമ, അതും കഫത്തോട് കൂടിയുള്ള ചുമ, ചുമച്ചിട്ട് ചോര വരിക, ബ്ലഡ് വരിക, പിന്നെ വൈകുന്നേരങ്ങളിൽ മാത്രം പനി വരിക, ഒരു ലോ ഗ്രേഡ് ചെറുതായിട്ടുള്ള പനി, വിശപ്പില്ലായ്മ, ഒരാളുടെ വെയിറ്റ് കുറയുക, ഇതൊക്കെ TBയുടെ രോഗലക്ഷണങ്ങളാണ്. ഇത് നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്തെടുക്കാൻ പറ്റും സാധാരണഗതിയിൽ? TB ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ശ്വാസകോശ TB ആണെങ്കിൽ ഈ നമ്മൾ പണ്ടൊക്കെ എക്സ്റേ കണ്ടിട്ടൊക്കെ പറയായിരുന്നു ഇത് TB ആണെന്ന്. പക്ഷേ ഇപ്പോഴത്തെ നമുക്ക് ഇത്രയും പുതിയ ടെക്നോളജികളും കാര്യങ്ങളും ഇപ്പോൾ പണ്ട് നമ്മൾ എക്സ്റേ കണ്ട് വിചാരിച്ച TB ഒന്നും ഇപ്പോൾ TB അല്ല. വേറെ പല പല രോഗങ്ങൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ പണ്ട് ചിലപ്പോൾ ഇപ്പോൾ കോവിഡ് ബാധിച്ചൊരു രോഗിയുടെ എക്സ്റേ കണ്ടിട്ട് പണ്ടത്തെ കാലത്തായിരുന്നു ആ എക്സ്റേ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ അതിന് TB എന്ന് പറഞ്ഞ് അത് ട്രീറ്റ്മെൻറ്റ് കൊടുത്തേനെ. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. TB ആണെന്ന് നമ്മൾ കൺഫേം ചെയ്യണമെങ്കിൽ TBയുടെ രോഗാണുവിനെയോ അല്ലെങ്കിൽ രോഗാണുവിൻ്റെ DNA ഒരു രോഗിയുടെ ശരീരത്തിന് കണ്ടെത്തണം. അപ്പോൾ ഒരു ശ്വാസകോശത്തിന് TB ബാധിക്കുകയാണെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ കഫം ടെസ്റ്റ് ചെയ്യാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കഫം അല്ലെങ്കിൽ ശ്വാസകോശത്തിനകത്ത് നിന്ന് എടുക്കുന്ന സാമ്പിൾ, നമ്മൾ ബ്രോങ്കോസ്കോപ്പി വഴി എടുക്കുന്ന സാമ്പിൾ ഉണ്ട്, അതിനെ ബാലെന്നാണ് പറയാം, ബാലെന്ന സാമ്പിൾ. ആ സാമ്പിളൊക്കെ ഈ TBയുടെ രോഗാണു ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റിന് അയക്കും. അപ്പം അങ്ങനെയാണ് TB ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യുന്നത്. ഡോക്ടർ നേരത്തെ പറഞ്ഞു ഇതൊരു തീർച്ചയായിട്ടും പകരാൻ സാധ്യതയുള്ള ഒരു രോഗമാണല്ലോ. അത് ഏതൊക്കെ രീതിയിലായിരിക്കും ഇത് പകരുന്നത്? ഈ TB രോഗാണു എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇന്ത്യയിൽ വളരെ പ്രിവലൻ്റ് ആണ്. ചിലപ്പോൾ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മിക്കവരുടെയും ശരീരത്തിൽ ചിലപ്പോൾ TB രോഗാണു ഓൾറെഡി ഉണ്ടാക്കും. പക്ഷെ എല്ലാവർക്കും രോഗം വരണമെന്നില്ല. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയുമ്പോഴാണ് ഈ രോഗം പൊന്തി വരിക. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും നമ്മൾ ജനിച്ച പാടെ തന്നെ ഈ TBയുടെ പ്രതിരോധ വാക്സിൻ എടുക്കുന്നുണ്ട്. BCG വാക്സിൻ എല്ലാവരുടെയും കയ്യിലുണ്ടാവും അതിൻ്റെ പാട്. അപ്പോൾ ഈ വാക്സിൻ എടുക്കുന്നത് TBയുടെ സിവിയർ ഫോംസിനെ പ്രിവെൻറ്റ് ചെയ്യാനും ചെറുപ്പത്തിൽ TB വരുന്ന പ്രിവെൻറ്റ് ചെയ്യാനുമാണ്. പക്ഷേ ഒരു പരിധി വരെ എല്ലാവരുടെയും ശരീരത്തിന് ഈ രോഗാണു ഉണ്ടാവും. പക്ഷെ എല്ലാവർക്കും രോഗം വരണമെന്നില്ല. എപ്പോഴാണ് അവരുടെ പ്രതിരോധശേഷി കുറയുക? ഇപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും അസുഖം വന്നു, അവർക്കൊരു ഫോർ എക്സാമ്പിൾ ഷുഗർ വന്നു, ഷുഗർ വരെ, പ്രമേഹം വരാം,
പിന്നെ അവർക്ക് വേറെ എന്തെങ്കിലും ഒരു അസുഖം വന്നു, ക്യാൻസർ പോലത്തെ ഒരു അസുഖം വന്നു, അവരുടെ പ്രതിരോധശേഷി കുറഞ്ഞു, അല്ലെങ്കിൽ അവർ പ്രതിരോധശേഷി കുറക്കുന്ന മരുന്നുകൾ കഴിക്കുന്നു. ഇപ്പോൾ ഒരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞൊരു രോഗി അവരുടെ പ്രതിരോധശേഷി കൺട്രോൾ ചെയ്യണം, അതിന് വേണ്ടിയുള്ള മരുന്ന് കഴിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ടി ബി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഡയഗ്നോസ് ഡോക്ടർ പറഞ്ഞു, നമ്മൾ കൺഫേം ചെയ്തു ടി ബി ആണ് എന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചികിത്സയിലേക്ക് പോകാം. ഡോക്ടർ നമുക്ക് കാണാം ചിലപ്പോൾ വളരെ ഐസൊലേറ്റഡ് പ്ലേസിലോ അല്ലെങ്കിൽ വാർഡിലൊക്കെ നിർത്തിയിട്ടാണ് പിന്നെ ടി ബി രോഗിയെ ചികിത്സിക്കുന്നത്. ചിലപ്പോൾ അത് ഭയങ്കര ഭയാനകമായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ അടുത്ത് പോലും ആരും പോകാത്തൊരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്നുണ്ട്. ചികിത്സ ഏതൊക്കെയാണ് നമ്മളെ മോഡേൺ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? ബേസിക്കലി ടി ബി നമ്മൾ കൺഫേം ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രോഗാണുവിനെ കാണുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു DNA കണ്ടെത്താം. അത് ഒരു രോഗിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ ശേഷം മരുന്ന് ഫലിക്കോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്യുന്ന ഒരു ടെക്നീക്ക് CBNAT എന്നൊരു ടെക്നീക്ക് ഉണ്ട്. അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ എല്ലാ സാമ്പിളുകളും ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് അയക്കുക. അപ്പോൾ അത് ഫ്രീ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ്. അതിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടി ബി കറക്റ്റ് കൺട്രോൾ ചെയ്യണം. നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം എന്നാണ് ഗവൺമെന്റ് ആ പ്രോഗ്രാമിനെ പറയുന്നത്. അപ്പോൾ നമുക്കിനി ടി ബി എങ്ങനെയെങ്കിലും തുടച്ചു നീക്കണം നമ്മുടെ നാട്ടിൽ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടി ബിക്കെതിരെയുള്ള മരുന്ന് ഫലപ്രദമാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഉത്തരവാദിത്തം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് സ്പെസിമെനും ഈ ടെസ്റ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യിച്ചിട്ട് ഒരു ഫസ്റ്റ് ലൈൻ മെഡിസിൻസ് ഉണ്ട്. ആ ഫസ്റ്റ് ലൈൻ മെഡിസിൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രോഗി 6 മാസത്തെ ഗുളിക കറക്റ്റ് കഴിക്കുകയാണെങ്കിൽ രോഗം പൂർണ്ണമായും ഭേദം. പക്ഷെ ചില ആൾക്കാർ, വളരെ ചുരുക്കം പേരിൽ, ഈ ഫസ്റ്റ് ലൈൻ മെഡിസിൻസ് ശരിക്കും ഫലം ചെയ്യണമെന്നില്ല. അവർക്ക് ഈ TBയുടെ രോഗമാണ് ഒരു മ്യൂട്ടേഷൻ കാരണം ഈ മെഡിസിൻസ് ഫലിക്കാത്ത രീതിയിലെത്തും. അതിന് നമ്മൾ ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB എന്ന് പറയും. അപ്പോൾ അതിന് ചിലപ്പോൾ 1.5 വർഷമോ അല്ലെങ്കിൽ 2 വർഷം വരെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നേക്കാം. പക്ഷെ അത് വളരെ ചുരുക്കം പേരിലാണ്. അതും ആദ്യത്തെ തവണ ക്ഷയരോഗം വന്ന് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തവരിലാണ് ഈ സാധ്യത കൂടുതൽ. ഈ TB പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുന്ന. പക്ഷെ ഒരു പ്രാവശ്യം വന്നൊരു രോഗിക്ക് അത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടോ? വീണ്ടും വരാനുള്ള സാധ്യത അവരുടെ പ്രതിരോധശേഷി കുറഞ്ഞാലുണ്ട്. പക്ഷെ അവർ കറക്റ്റ് കെയർ എടുക്കുകയാണെങ്കിൽ രണ്ടാമത് വരാറില്ല. ഓക്കെ, ഇത് ആർക്കൊക്കെ വരാൻ സാധിക്കും ഡോക്ടർ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിരോധശേഷി കുറഞ്ഞവർക്കാണ് വരാൻ സാധ്യത. അതായത് പ്രമേഹ രോഗികൾ, ക്യാൻസർ പേഷ്യൻസ്, ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ, പിന്നെ ഒരു ഇമ്മ്യൂണോതെറാപ്പി എന്നൊക്കെ പറയാം. നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷി കുറക്കുന്ന മരുന്നുകൾ കുറേ നാളായി കഴിക്കുന്നവർ, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർ, അങ്ങനെയുള്ളവർക്കാണ് സാധ്യത കൂടുതൽ. ഓക്കെ ഡോക്ടർ, നമ്മൾ എല്ലാ രോഗത്തിനും പ്രിവെൻറ്റ് ചെയ്യുന്നത് പോലെ TBയെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ആ വാക്സിൻ മാത്രമാണോ അല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള മെഡിസിൻ ഒന്നും? അല്ല, വാക്സിൻ ബേസിക്കലി ചെറുപ്പത്തിൽ TB വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും സിവിയർ ഫോംസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനുമാണ്. പക്ഷേ ഒരു വാക്സിൻ എടുത്ത ആൾക്ക് ലൈഫ് ലോങ് TB വരില്ല എന്ന് പറയാൻ പറ്റില്ല. അത്ര ഫലപ്രദമായ വാക്സിൻസ് ഇപ്പോൾ ഇല്ല. പക്ഷേ കുറേ റിസർച്ച് അതിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാവിയിൽ ഒരു TB വാക്സിൻ വന്നേക്കാം. നമ്മൾ അറിയേണ്ട കാര്യം, TB കൺട്രോൾ ചെയ്യണമെങ്കിൽ TB രോഗികളെ കണ്ടെത്തി ചികിത്സിക്കുക തന്നെയാണ് ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം. അതായത് 2 ആഴ്ചയിൽ കൂടുതൽ ചുമയുള്ള ഒരാളോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചുമച്ച് രക്തം വന്ന ഒരാളോ, അല്ലെങ്കിൽ 2 ആഴ്ചയിൽ കൂടുതൽ പനി നിൽക്കുന്ന ഒരാളോ TB രോഗം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതെന്തായാലും നമ്മൾ നോക്കണം. അപ്പോൾ ഞാൻ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം, 2 ആഴ്ചക്കുള്ളിൽ ചുമയുണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കണ്ടിരിക്കണം. TB ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും വേണം. ഓക്കെ ഡോക്ടർ, ഇപ്പം ഇത് ഇത്രയും റെഡ്യൂസ് ചെയ്യാനുള്ള ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകളും ഉണ്ട്, പല ഫോളോ അപ്പ് പ്രോഗ്രാമുകളുണ്ട്. ഇപ്പം നടക്കുന്ന ഈ ഫോളോ അപ്പ് പ്രോഗ്രാം ഏതൊക്കെയായിരിക്കും? വളരെയധികം ഫോളോ അപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാമാണ് ഇപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഒരു TB രോഗിക്ക് സഹായങ്ങൾ കുറേ കിട്ടുന്നുണ്ട്. വീട്ടിലേക്ക് അവർക്ക് വേണ്ട പോഷകാഹാരം എത്തിക്കുക, അവർക്കൊരു ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടായിട്ട് കുറച്ച് ക്യാഷ് കൊടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ TBയുടെ ട്രീറ്റ്മെൻറ്റ് എല്ലാ മെഡിസിൻസും ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഫ്രീ ആയിട്ട് ലഭിക്കും. ടെസ്റ്റ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടർമാരെ കണ്ടിട്ട് ഈ ഫെസിലിറ്റീസ് ഒക്കെ എല്ലാവരും എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഡോക്ടർ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് ഈ രോഗിക്ക് വീണ്ടും TB രോഗം വരാനുള്ള സാധ്യതയുണ്ട്. ഇവർ ഈ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് ഫോളോ അപ്പ് ആയിട്ടുള്ള വേറെ മെഡിസിനോ രോഗം ഇല്ല എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ വന്ന രോഗം ബാധിച്ച വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തായിരിക്കും?
നമ്മൾ നോക്കുന്ന കാര്യം ഇപ്പോൾ കേരളത്തിൽ മെയിൻലി TB വന്നാൽ ആ രോഗിയെ മാത്രമല്ല നമ്മൾ നോക്കുന്നത്, രോഗിയുടെ ചുറ്റുവട്ടത്തുള്ള കോണ്ടാക്ട്സ് നമ്മൾ ട്രേസ് ചെയ്യും. അതായത് വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ആർക്കൊക്കെ ഇനി TB വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ളവർക്ക് TB വരാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു ടെസ്റ്റ് കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്തിട്ട് അങ്ങനെയുള്ളവർക്ക് പ്രിവെൻറ്റീവ് തെറാപ്പി നമ്മൾ കൊടുക്കാറുണ്ട് ഗവൺമെൻറ് സൈഡിൽ നിന്ന്. 3 മാസത്തേക്കൊക്കെ മെഡിസിൻ കൊടുക്കും. അവർക്ക് പക്ഷേ രോഗം ഉണ്ടാവില്ല, പക്ഷെ TB വരാനുള്ള സാധ്യത ഉണ്ടാവും. TBയുടെ ഇൻഫെക്ഷൻ രോഗമാണ് ശരീരത്തിൽ കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന മെഡിസിൻസ് ഉൾപ്പെട്ടുണ്ട്. അത് TB പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ സഹായിക്കും. പിന്നെ ഒരു ക്ഷയരോഗം കൺഫേം ചെയ്തൊരു രോഗി ചെയ്യേണ്ട കാര്യം മാസ്ക് ധരിക്കുക. മാസ്ക് ധരിച്ചിട്ട് ഒരു 2 മാസത്തേക്കെങ്കിലും ബാക്കിയുള്ളവരായിട്ടുള്ള സമ്പർക്കം കഴിവെന്ന് കുറയ്ക്കുക, നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുക, ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കുക. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. 6 മാസത്തേക്കാണ് ട്രീറ്റ്മെൻറ്റ് എങ്കിൽ 6 മാസം കറക്റ്റായിട്ട് കഴിക്കുക. ഓക്കെ, മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ എപ്പിസോഡിൽ കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ച ഡോക്ടർ ശ്രാവൺ കുമാറിന് കാസർഗോഡ് വിഷൻ്റെ നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ. ശരി, താങ്ക് യു.